പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അസൂയ എന്ന മൂലപാപത്തിനെ പറ്റിയാണ്. അസൂയ അനേകരുടെ ജീവിതത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. അത് ആരാണോ അസൂയപ്പെടുന്നത് ആ വ്യക്തിയെ നശിപ്പിക്കും, ഒപ്പം മറ്റുള്ളവരെ നശിപ്പിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം അസൂയയെപ്പറ്റി പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഈ അസൂയ കാരണമായതിനെപ്പറ്റി വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാം. ഈ അസൂയ തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും, നമ്മുടെ ജോലി ചെയ്യുന്ന മേഖലയിലാകാം, നമ്മുടെ കുടുംബത്തിലാകാം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലാകാം, മാതാപിതാക്കന്മാരും മക്കൾ തമ്മിലുള്ള ബന്ധത്തിലാകാം, അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ, അതുപോലെ തന്നെ ഏത് മേഖലയിൽ, ഏത് ജീവിത അന്തസ്സത്തിലാണെങ്കിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ കാണാം ഇവിടെയെല്ലാം അസൂയ അനേകരുടെ ജീവിതത്തിനെ നശിപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തരം പാപങ്ങളുമായിട്ട് കെട്ടുപിണിഞ്ഞു കിടക്കുന്ന ഒരു മൂലപാപമാണ് അസൂയ. അവരൻ്റെ നന്മയിൽ നാം അറിയാതെ തന്നെ നമുക്കുള്ളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ശരിക്കും പറഞ്ഞാൽ അസൂയ എന്ന് പറയുന്നത്. മറ്റൊരാളെ എറിയാൻ നാം കൈവെള്ളിയിൽ വെച്ചിരിക്കുന്ന തീക്കനൽ പോലെയാണ്. കൈവെള്ളിയിൽ തീക്കനൽ വയ്ക്കുമ്പോൾ അത് നമ്മയും പൊള്ളിക്കും, നമ്മൾ മറ്റുള്ളവരെ എറിയുമ്പോൾ അത് അവരെ നശിപ്പിക്കും. അത് ഒരേ സമയം തന്നെ നമ്മെയും അവരിനെയും ദഹിപ്പിച്ചു കളയുന്നു. അസൂയ മൂലമാണ് അനേകരുടെ ജീവിതത്തിൽ ആരോഗ്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഴമായിട്ട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ അസൂയ തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ അസൂയ നമ്മളിൽ വേരൂന്നി ഒരു മരം പോലെ വളരുമ്പോഴാണ് നമ്മളെയും മറ്റുള്ളവരെ അത് നശിപ്പിക്കുന്നതിന് കാരണമായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത്, അവർക്ക് ധാരാളം സമ്പത്തുണ്ടാകുന്നു, അവർ നല്ല രീതിയിൽ നല്ലൊരു വീട് പണിയുന്നു, അല്ലെങ്കിൽ നല്ലൊരു വാഹനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി ഉയർച്ചയിലുണ്ടാകുന്നു. എന്തുകാരായിക്കൊള്ളട്ടെ, അവരുടെ നന്മയിൽ നമ്മളെപ്പോഴും സന്തോഷിക്കുകയും ചെയ്യേണ്ടത്. കാരണം അവരിന് ഈ നന്മകളെല്ലാം കൊടുത്തത് ആരാണ്? ദൈവമാണ്. പക്ഷേ ഈ അവരിന് ദൈവം കൊടുത്ത നന്മകളിൽ അതൊരു നന്മയായിട്ട് കാണാതെ അതിന് പകരം അവൻ അതുകൊണ്ട് എനിക്കതില്ല എന്നുള്ള ചിന്തയോടുകൂടി എങ്ങനെയെങ്കിലും അവൻ എന്തുകൊണ്ടാണ് ഈ നന്മയുണ്ടായത്, ആ നന്മയെ എങ്ങനെയെങ്കിലും അത് കടത്തിക്കളയണം എന്നുള്ള ചിന്തിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതകളും നമ്മളിൽ ഉടലെടുക്കും. അപ്പോൾ ആ ചിന്ത വരുമ്പോൾ തന്നെ നമ്മൾ ആ ചിന്തയെ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ അത് പതുക്കെ ആ പാപത്തിന് നമ്മൾ താലോലിക്കുമ്പോൾ അത് നമ്മളിൽ പൊട്ടിമുളച്ച് ഉയർന്നു വന്ന് ഒരു വൃക്ഷമായി മാറുകയും അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആദ്യമേ അവരിനെ നശിപ്പിക്കുന്നു, ഒപ്പം തന്നെ നമ്മെ നശിപ്പിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാരീരികമായിട്ടുള്ള പല അസുഖങ്ങൾക്കും കാരണം ഈ അസൂയ മൂലം ഉടലെടുത്തിട്ടുള്ള പാവങ്ങളായിരിക്കും. ഈ അസൂയയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമുക്ക് ആദ്യം വരുന്നതാണ് ടെൻഷൻ വന്നു കഴിയുമ്പോൾ ടെൻഷൻ ഹൈപ്പറായിട്ട് വരും. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരോ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും വരുന്നത്. ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നുണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ നന്മയിൽ അത് സന്തോഷിക്കുന്നതിന് പകരം തിന്മ അവരിന് വേണ്ടി ചിന്തിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, എന്തെങ്കിലും ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ
പരിശുദ്ധാത്മാവ് ഒരിക്കലും അവരെന്നെ തിന്മയായിട്ട് ചിന്തിക്കത്തില്ല. എല്ലാ വ്യക്തികളും നന്മയായിട്ടും ദൈവത്തെ സ്നേഹിച്ച് ദൈവം പറയുന്നത് പോലെ ജീവിക്കുന്ന, നന്മ മാത്രം പ്രവർത്തിക്കുന്ന, നന്മ മാത്രം അറിയാവുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവം. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കടന്നു പോകുമ്പോൾ കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ജോസഫിനോട് സഹോദരന്മാർക്ക് തോന്നുന്നതും അസൂയ തന്നെയാണ്. ജോസഫിനെ ഇല്ലാതാക്കുന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള ഭാഗം. ഈ അസൂയ നാനാവിധത്തിലുള്ള പാവപ്രവൃത്തികൾക്ക് പ്രേരക ശക്തിയായിട്ട് വർത്തിക്കുന്നു. ആരംഭ ശക്തി. മറ്റു പല പാപങ്ങളും ശരിക്കും പറഞ്ഞാൽ അസൂയ മൂലമാണ് ഉണ്ടാകുന്നത്. ഈ അസൂയ മൂലമാണല്ലോ പഴയ നിയമത്തിൽ ആബേലിനെ കായേൻ കൊന്നുകളഞ്ഞതുമൊക്കെ. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അസൂയ എന്ന മൂലപാപത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് അനുതപിക്കുകയും ദൈവത്തിന് മുൻപാകെ അനുരഞ്ജനപ്പെടുകയും ചെയ്യാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിലും 18-19 വാക്യത്തിലും ഇപ്രകാരം പറയുന്നു: നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടുംചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും. പ്രിയമുള്ളവരെ, വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 24-ാം വാക്യത്തിലും പറയുന്നു: അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു, ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാം വാക്യം: പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. വീണ്ടും 1 കൊറിന്തോസ് 3:3: എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ. 1 കൊറിന്തോസ് 13:4 പറയുന്നു: സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നുമില്ല. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ലും പറയുന്നു: നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥ അഭിമാനികളും ആകാതിരിക്കട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 16-ൽ പറയുന്നു: എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും പറയുന്നു: നിങ്ങൾ എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുകയും. പ്രിയമുള്ളവരെ, വചനത്തിൽ കൂടുതൽ ഭാഗങ്ങളിൽ ഈ അസൂയ എത്രത്തോളം ഗൗരവമുള്ള ഭാവമാണെന്ന് പറയുന്നുണ്ട്. അസൂയ മൂലം അനേകരുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ജഡിക പാവങ്ങളിലേക്ക് മനുഷ്യൻ വീണുപോവുകയും അത് ശരീരത്തെ ഉന്മേഷം നൽകുന്നതിന് പകരം അസ്ഥികളെ ജീർണിപ്പിക്കുന്ന രീതിയിലേക്ക് ആയി മാറുകയും നമ്മുടെ ജീവിതത്തിൽ പ്രായമാകുന്നതിന് മുൻപ് തന്നെ അകാല വാർദ്ധക്യം പോലും വരികയും ജീവിതം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഘടകവിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതമായി മാറി നമ്മുടെ ജീവിതം നശിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഈ അസൂയ മൂലം ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് എങ്ങനെയാണ് അസൂയയെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഒഴിവാക്കി കളയാൻ സാധിക്കുമെന്ന് നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങ് ഗാഗുൽത്തായിൽ ചിന്തിയ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളുടെ മനസ്സിനെ കഴുകി എല്ലാ അശുദ്ധിയിലും അസൂയയിലും വഞ്ചനയിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എല്ലാ അസൂയയിൽ നിന്ന് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. അസൂയ മൂലം മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കാതെ ഇരുന്നതിനും അങ്ങയെ സ്തുതിക്കാതെ ഇരുന്നതിനും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. മറ്റുള്ളവരുടെ നന്മകളിൽ അങ്ങയെ സ്തുതിക്കുവാനും അവയിൽ സന്തോഷിക്കുവാനും മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് യഥാർത്ഥ വിശുദ്ധിയിൽ വളരുവാനും ഉപവി എന്ന പുണ്യത്തിൽ നിറയുവാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ.